നമ്മുടെ ഇന്ത്യവരത്തിന്റെ അനന്തരാവകാശിക്കുമേൽ മരണത്തിന്റെ കരുനീഴൽ വീഴുന്നുവോ? അതേ പ്രേക്ഷകരെ, നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വന്തം ഉദരത്തിൽ വെച്ച് തന്നെ ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എന്നേക്കുമായി ഒരു കുറവുകളുള്ള, ഒരു അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നമ്മുടെ പിങ്കി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതും എന്താ പറയുക, ഗൗതമിന്റെ ഒരു വിവരമില്ലായ്മ അത് കണക്കിലെടുത്തല്ല, അത് മുതലാക്കി നമ്മുടെ ഗൗതമിനെ കൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെ സകല കുറവുകളും വരുത്താനോ അല്ലെങ്കിൽ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിലാട്ടോ നമ്മുടെ പിങ്കി. വേറൊന്നുമല്ല, നമ്മുടെ ഗൗതമിനെ കൊണ്ട് പപ്പായ മേടിപ്പിച്ച് പിങ്കി ഇങ്ങനെ വായിൽ വെച്ച് കൊടുപ്പിക്കുക. പിങ്കിക്ക് പപ്പായ ഇഷ്ടമാണ്, പിങ്കിക്ക് അത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതമിനോട് പറഞ്ഞിട്ട് ഗൗതം തന്നെ അതൊക്കെ അറിഞ്ഞ് നമ്മുടെ പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഡോക്ടേഴ്സ് പലരും പറയാറുണ്ട്, ശരിക്കും ഇത് പ്രൂവ് ചെയ്യാത്ത കാര്യമാണ്, നമ്മുടെ പൈനാപ്പിളും പപ്പായൊക്കെ കഴിച്ചാൽ കൊച്ചു പോകും എന്നുള്ളത്. പക്ഷേ ഒരു നമ്മുടെ നാട്ടു രീതി എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയ പെണ്ണുങ്ങൾ പപ്പായയും പൈനാപ്പിളും കഴിക്കാൻ പാടില്ല എന്നാണ്. അല്ലെ, അത് കഴിച്ചാൽ കൊച്ചിന് എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ അബോട്ടായി പോകും എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു പോകുന്നത് അല്ലേ. അപ്പം ഈ ഒരു വിവരമില്ലായ്മ, ഗൗതമിൻ്റെ ആ ഒരു വിവരമില്ലായ്മ പിങ്കി നല്ലോണം മുതലാക്കി ആ ഒരു കുഞ്ഞിനെ തന്നെ അപകടപ്പെടുത്താനുള്ള സകല പദ്ധതികളും മെനയുന്നുണ്ട്. പക്ഷെ നന്ദ ഇത് കാണുന്നുണ്ട്. നന്ദ ഒരു ഡോക്ടറാണല്ലോ, നന്ദയ്ക്ക് അറിയാൻ പറ്റും. അപ്പം നന്ദ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് മേലുള്ള ഒരു ആക്രമണമാണിത്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിനോട് പറഞ്ഞിട്ട് നന്ദ ഇത് ചോദിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാട്ടോ. കാരണം വല്യമ്മ അവിടെ തടഞ്ഞിരിക്കുകയാണ്, പിങ്കിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നമ്മുടെ നന്ദയോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നന്ദയ്ക്ക് ഈ ഒരു കാര്യം കണ്ടിട്ട് സ്വന്തം കുഞ്ഞിന്റെ ജീവനാണ് അപകടപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നന്ദ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് കയറി ചെല്ലുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിലും നമ്മുടെ പവിത്ര സജയൻ ആ ഒരു ബന്ധം, സജയൻ പവിത്രയുടെ ആ പഴയ കാമുകനോ ആരാന്നറിയില്ല, പക്ഷേ അവിടെ നമ്മുടെ സജയൻ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പവിത്രയുമായിട്ട് എപ്പോഴൊക്കെയോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇത് വീണ്ടും ഒരു വലിച്ചു നീട്ടലിനുള്ള ഒരു വഴി ഒരുക്കുകയാണ് നമ്മുടെ ചന്ദ്രകാന്ത്. ആവശ്യമില്ലാത്തൊരു പുതിയൊരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് വീണ്ടും കുറച്ചൊരു നാളത്തേക്ക് കഥ ഓടിക്കാനുള്ള ഒരു പുതിയ പദ്ധതിയായിട്ടാട്ടോ തോന്നുന്നത്. അപ്പം നമ്മുടെ മോഹിനിയാണെങ്കിൽ ഭയങ്കര കലിതുള്ളി നിൽക്കുവാണ്. പവിത്രന് ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്, പവിത്ര എന്നേക്കും ഇന്ത്യ വടത്തിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് മോഹിനി അവിടെ കലിതുള്ളി നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉറ്റുനോക്കേണ്ടത് പിങ്കിയിലേക്കാട്ടോ. ഇത്രയ്ക്കും കൊടും ക്രൂരത എന്തിനാണ്? അതും ജനിക്കാൻ പോകുന്ന ഒരു പിഞ്ചു കുഞ്ഞിനോട്, അതും സ്വന്തം അച്ഛൻ്റെ കൈകൊണ്ട് തന്നെയാണ് പിങ്കി ആ ഒരു ക്രൂരത ചെയ്യിപ്പിക്കുന്നതും. അപ്പം ഇതൊക്കെ വളരെ നമ്മുടെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു കഥാമാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്കൊക്കെ അവിശ്വസനീയമായിട്ടുള്ള ഒരു കഥാമുഹൂർത്തങ്ങളിലേക്കാണ് നമ്മുടെ ചന്ദ്രകാന്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ, നന്ദ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.